വിഷു ദിവസം പടക്കം പൊട്ടിച്ച് റോഡിൽ വീഴുന്ന ഒരു ചേട്ടന്റെ വീഡിയോ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും. ഓരോ വിഷുക്കാലത്തും ആ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടുമുണ്ട്. വാഴ 2 കണ്ടതിന് ശേഷം എല്ലാവരും കണ്ടു ചിരിച്ച ആ വീഡിയോ ഇന്ന് നമ്മളെ കരയിപ്പിക്കുകയാണ്. വാഴ 2 എന്ന സിനിമയിൽ ഈ വീഡിയോയുടെ മറ്റൊരു വശത്തെ സംവിധായകൻ ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമ ഇറങ്ങിയതിനു ശേഷം ഈ സിനിമയിൽ പ്രവർത്തിച്ചവരും സോഷ്യൽ മീഡിയയുമെല്ലാം ഈ ചേട്ടനെ തിരക്കി ഇറങ്ങിയിരുന്നു. ആ ചേട്ടന്റെ അതേ അവസ്ഥ സ്ക്രീനിൽ അതിഗംഭീരമായി അവതരിപ്പിച്ച ബിജുക്കുട്ടനെ കാണാൻ ഇപ്പോഴിതാ ആ ചേട്ടൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിനെ കുറിച്ച് ഫേസ്ബുക്കിൽ ബിജുക്കുട്ടൻ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വാഴ 2 സിനിമ കണ്ടിട്ടുള്ള എല്ലാ മലയാളികളും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഷു ദിവസം പടക്കം പൊട്ടിച്ച് റോഡിൽ വീഴുന്ന ആ ചേട്ടൻ ആരാണ്, എവിടെയാണ്, എന്തു സംഭവിച്ചു എന്നൊക്കെ. ഈ സിനിമയുടെ എഴുത്തുകാരൻ വിപിൻ ദാസിനും ഇതിന്റെ സംവിധായകൻ സവിനും സോഷ്യൽ മീഡിയയ്ക്കും നമുക്കാർക്കും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യയുടെ കൂട്ടുകാരിയും മകളും എന്നെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. വാഴ 2 സിനിമ കണ്ടപ്പോൾ ഒരുപാട് ആശ്വാസം തോന്നിയെന്നും പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത്. ആ വീഴ്ചയ്ക്കപ്പുറത്തേക്ക് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അതേപോലെ ഞങ്ങൾ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എൻ്റെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അനിയൻ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണത്. അന്ന് ഞാൻ വീഴുന്നത് കണ്ട് എൻ്റെ മകൻ എനിക്കെന്തോ ആപത്ത് സംഭവിച്ചു എന്ന് കരുതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു, എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. അത്രയും സങ്കടത്തോടെ എൻ്റെ മകനെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. പിന്നീട് ഈ വീഡിയോ വൈറലായി. ആ വീഡിയോ പോസ്റ്റ് ചെയ്തയാൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ അത് ആളുകളിലേക്ക് എത്തി. എല്ലായിടത്തും വീഡിയോ കാണുമ്പോൾ വിഷമമാണ് തോന്നിയിരുന്നത്. ഒരു ഫംഗ്ഷന് പോകാനും ആളുകളെ അഭിമുഖീകരിക്കാനും ഒക്കെ മടിയായിരുന്നു. ആ വീഡിയോ കണ്ട ആളുകൾ ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ, പടക്കം ഇത്ര പേടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നിയിരുന്നു. മരിക്കുന്നതിനെ കുറിച്ച് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട്. എല്ലാ വിഷുക്കാലം വരുമ്പോഴും ആ വീഡിയോയെ പറ്റിയുള്ള ഓർമ്മ വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. സിനിമയിലെ പാട്ട് റിലീസായപ്പോൾ അതിലെ പടക്കം പൊട്ടിക്കുന്ന സീൻ കണ്ട് അത് ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാവുമെന്നും കൂടുതൽ ആളുകൾ ഇത് അറിയുമെന്നും ഞാൻ പേടിച്ചു. പക്ഷെ സിനിമ കണ്ടിറങ്ങിയ എൻ്റെ മകൻ അവൻ്റെ ജോലി സ്ഥലത്തു നിന്നും എന്നെ വിളിച്ച് അച്ഛനും അമ്മയും എന്തായാലും സിനിമ പോയി കാണണമെന്ന് പറഞ്ഞു. സിനിമ കണ്ടതിന് ശേഷം വളരെ സന്തോഷത്തിലാണ്. ഇത്രകാലം ഉണ്ടായ പേടിയും ടെൻഷനും എല്ലാം പെട്ടെന്ന് പോയ പോലെ. ആ വീഡിയോയിലൂടെ ആളുകൾ കണ്ടതിനപ്പുറത്തേക്ക് അവിടെ സംഭവിച്ചത് അതേപോലെ സ്ക്രീനിൽ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷവും ആശ്വാസവും തോന്നി. ഒരുപാട് സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചു തീർത്തത്. തൻ്റെ ജീവിതം പകർത്തി വെച്ചതുപോലെയാണ് സിനിമ കണ്ടപ്പോൾ തോന്നിയതെന്നും അതെങ്ങനെയാണെന്നും ചേട്ടൻ എന്നോട് ചോദിച്ചു. അത് ചേട്ടനെ പോലെ തന്നെ എനിക്കും അറിയില്ല. ഞാൻ 2-3 ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ അത് വിപിൻ ദാസിന്റെയും സവിന്റെയും ഒരു മാജിക് തന്നെയാണ്. ദയവ് ചെയ്ത് ഇത് വായിക്കുന്ന ആരും ഇനി ആ ചേട്ടൻ ആരാണെന്ന് അന്വേഷിച്ച് പോവുകയോ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാനോ ശ്രമിക്കരുത്. ചേട്ടൻ ഇനിയെന്നും സന്തോഷമായിരിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസകൾ. ഇതായിരുന്നു ബിജുക്കുട്ടന്റെ പോസ്റ്റ്.